അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുറൂസ് തസ്കിയയിലെ 5-ാമത്തെ പാഠം. അതിന് മുമ്പത്തെ പാഠം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അവിടുത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്നുള്ള നിർണായകമായ ഒരു സംഭവവികാസത്തിൻ്റെ ബാക്കി പത്രമായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ മക്കയിലെ മരുഭൂമിയിൽ കൊണ്ടാക്കുക ഉമ്മയോടൊപ്പം. ആ വിജനമായ സ്ഥലത്തു നിന്ന് റബ്ബിൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ചുകൊണ്ട് ഉമ്മയും മകനും ലോകത്തിന് വലിയൊരു മാർഗദീപം കാണിച്ചു കൊടുക്കുകയാണ്. അതായിരുന്നു സംസം കിണർ. ആ സംസം കിണറിൻ്റെ ഉത്ഭവത്തോടുകൂടി, അതല്ലെങ്കിൽ അതിൻ്റെ ജന്മത്തോടുകൂടി, അതല്ലെങ്കിൽ സംസം കിണറെന്ന വളരെ പുണ്യമാക്കപ്പെട്ട ആ ദാഹജലത്തിൻ്റെ പിറവിയോടുകൂടി പുതിയൊരു നാടും വീടും, അതല്ലെങ്കിൽ പുതിയൊരു സംസ്കാരവും അവിടെ രൂപപ്പെട്ടു വരികയാണ്. ഏതൊന്നിൻ്റെ അടുത്തും, ഏത് വെള്ളം ഉള്ള സ്ഥലത്തുമാണ് പല സംസ്കാരങ്ങളും പല പുതിയ നാടുകളും വലിയ സൃഷ്ടിപ്പുകളുണ്ടായിട്ടുള്ളത്. സിന്ധു നദി തട സംസ്കാരം അതൊരു സംസ്കാരമായിരുന്നു, ഒരു വലിയൊരു സമൂഹത്തിന് സൃഷ്ടിപ്പായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഓരോ നദിക്കും അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ സംസ്കാരങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. നൈൽ നദിക്കുണ്ട്, യമുന നദിക്കുണ്ട്. ഇങ്ങനെ വെള്ളം എന്നുള്ളത് മനുഷ്യന് ഒഴിച്ചുകൂടാനാവാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പുതിയൊരു ജന്മം സൃഷ്ടിക്കപ്പെടും. അതായിരുന്നു മക്ക എന്ന ഇന്നത്തെ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട, അതല്ലെങ്കിൽ വളരെ പുണ്യമാക്കപ്പെട്ട, അതോടൊപ്പം തന്നെ ജനങ്ങളെ കൊണ്ട് വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്ന അമ്പരച്ചുംബികളായ വലിയ വലിയ സൗധങ്ങളടക്കമുള്ള വലിയൊരു ലോകം സൃഷ്ടിക്കാൻ തന്നെ കാരണം, അതല്ലെങ്കിൽ ആ സൃഷ്ടിപ്പിന് തന്നെ ഒരു സൃഷ്ടിപ്പിൻ്റെയും പിന്നിലുള്ള ചില രഹസ്യങ്ങളിൽ ഒന്ന് അവിടുത്തെ സംസം കിണറായിരുന്നു. ആ ഒരു വിഷയമാണ് ഈ പാഠത്തിലൂടെ വരുന്നത്. അദ്റസുൽ ഖാമിസ്, 5-ാമത്തെ പാഠം. അൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ, അശദ്ദു ഹബ്ബൻ ലില്ലാഹ്, അവർ ശക്തമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. ഹാദാ ത്വാഇറുൻ മാഇഉൻ യദൂറു ഫൗഖ സംസം, ഹാദാ ത്വാഇറുൻ മാഇഉൻ യദൂറു ഫൗഖ സംസം, സംസമിൻ കിണറിൻ്റെ മുകളിലൂടെ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നു. അതാ ഫയറാഹു ഖൗമു ജുർഹും, ഇത് ജുർഹും ഗോത്രക്കാർ കാണുകയാണ്. കാനു, അവരായിരുന്നു യമുറൂന ബി മക്ക, മക്കയിലൂടെ അങ്ങനെ നടന്നു പോകുന്ന ഈ ഭാഗമായിരുന്നു. അങ്ങനെ മക്ക എന്ന് പറയുന്നത് അന്ന് മരുഭൂമിയാണ്, ആരാരുമില്ലാത്ത, സൗധങ്ങളില്ലാത്ത, ജനങ്ങളില്ലാത്ത വിജനമായ മരുഭൂമി. ആ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ പക്ഷികളിങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. പക്ഷികൾ വട്ടമിട്ട് പറക്കുക സ്വാഭാവികമായിട്ട് വെള്ളമുള്ള സ്ഥലത്തായിരിക്കും. അതവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? അവർ മനസ്സിലാക്കി. ഫഹിമു, അവർക്ക് മനസ്സിലായി. അന്ന ഹുനാക മാഉൻ, അവിടെ വെള്ളമുണ്ട് എന്ന് മനസ്സിലായി. ഫഅഖ്ബലു, അങ്ങനെ അവരെന്ത് ചെയ്തു? അങ്ങോട്ട് മുന്നിട്ടു. ഉമ്മു ഇസ്മായിൽ ഇൻദൽ മാ, അങ്ങനെ ചെല്ലുന്ന സമയത്ത് വെള്ളത്തിനടുത്ത് ആരുണ്ട്? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മയായ ഹാജറ ബീവി അവിടെ ഉണ്ട്. ഫഖാലു, ഈ ജുർഹും ഗോത്രക്കാർ ചോദിച്ചു, അത്തഅ്ദനീന ലനാ അൻ നൻസില ഇൻദകി, നിങ്ങളടുത്തൊന്ന് താമസിക്കാൻ, അല്ലെങ്കിൽ ഇറങ്ങാൻ, ഇവിടെ ഒന്ന് കുറച്ചിങ്ങനെ നിന്ന് പോകാൻ നിങ്ങളൊന്ന് സമ്മതം തരുമോ? ഫഅദിനത്ത് ലഹും, അവർക്ക് സമ്മതം കൊടുത്തു. വറളിയത്ത് ബിജിവാരിഹിം, അങ്ങനെ അവരുമായി കൂട്ടുകൂടാനും അവർ അയൽപക്കമായി ഇണങ്ങിച്ചേരാനൊക്കെ ചേരുന്നതിലൊക്കെ മഹദിക്ക് താല്പര്യമായി. സുമ്മത്തസ്സല ബിഹിം അഹ്ലുഹും ഹത്ത ഇജ്തമഅ മിൻഹും ജുർഹും അഹ്ലു അബിയാത്തിൻ, അങ്ങനെ ജുർഹും ഗോത്രക്കാർ മഹദിയായ ഹാജറ ബീവിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും അടുത്ത് താമസം തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു? ജുർഹുമിൽ നിന്ന് ഒരു വലിയൊരു ടീം എന്ത് ചെയ്തു? ഈ അഹ്ലുകാരുമായിട്ട് ഇണങ്ങിച്ചേർന്നു. അഹ്ലു അബിയാത്തിൻ മിൻ ജുർഹുമ അഹ്ലു അബിയാത്തിൻ,
ജുർഹും ഗോത്രത്തിൽ നിന്ന് ധാരാളം വീടുകൾ, താമസക്കാർ, കുടുംബങ്ങൾ എന്ത് ചെയ്തു? അവിടെ താമസമാക്കി. ഫളഹറത്ത് ബിഹാദിഹി സഹറാ, അങ്ങനെ ആ മരുഭൂമിയിൽ വലിയൊരു വിപ്ലവത്തിന് തിരികൊളുത്തു. അവിടെ മരുഭൂമിയിൽ എന്ത് ചെയ്തു? പിന്നെ ഫളഹറത്ത് ബിഹാദിഹി സഹറാ, ആ മരുഭൂമിയിൽ പിന്നെ അതോടുകൂടി വലിയൊരു പിന്നെ എന്തുണ്ടായി? അതായത് വലിയൊരു പുതിയൊരു ലോകം സൃഷ്ടിച്ചു. ഹയാത്തുൻ ജദീദ, പുതിയൊരു ജീവിതം അവിടെ ഈ എവിടെ മരുഭൂമിയിൽ എന്ത് ചെയ്തു? പുതിയൊരു ലോകം, പുതിയൊരു ജീവിതം സൃഷ്ടിച്ചെടുക്കുകയും അതോടുകൂടി ആ മരുഭൂമിക്ക് വലിയൊരു മാറ്റം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുകയും ചെയ്തു. അപ്പോൾ ഈ സംസം കിണറുന്ന ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെ പക്ഷികൾ വെട്ടവിട്ട് പറക്കുന്നത് ദൂരെ നിന്ന് ജുർഹും ഗോത്രക്കാർ കാണുകയും ആ ജുർഹും ഗോത്രക്കാരെന്ത് ചെയ്തു? അങ്ങനെ ഈ വെള്ളമുള്ള സ്ഥലം ലക്ഷ്യം വെച്ച് നീങ്ങി. അപ്പോൾ അവിടെ മഹദിയായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മയായ മഹദി ഹജറ ബീവിയുണ്ട്. ഹജറ ബീവിയുടെ സമ്മതം ചോദിച്ചോടെ നിൽക്കാൻ അങ്ങനെ സമ്മതം കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? ഇവരുമായിട്ട് അങ്ങനെ നല്ലൊരു ജീവിതത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ ജുർഹും ഗോത്രക്കാരിലുള്ള ധാരാളം ആളുകൾ എന്ത് ചെയ്തു? അവിടെ വന്ന് താമസം തുടങ്ങി. എന്ന് മാത്രമല്ല, പുതിയൊരു മരുഭൂമിയിലെ പുതിയൊരു ജീവിതത്തിന് അവിടെ എന്ത് ചെയ്തു? തുടക്കം കുറിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് കുറച്ചെടുത്തിട്ടുള്ളൂ. ഇന്നലത്തെ എടുത്തതിൻ്റെ നോട്ടൊന്നും അയച്ചു തരാൻ കുറേ കുട്ടികൾ ബാക്കിയുണ്ട്. അതൊക്കെ ഒന്ന് അയച്ചു തരുന്നതാണ് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.